ഇപ്പോൾ എല്ലാ വീട്ടിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു വെജിറ്റബിളാണ് പപ്പായ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വീട്ടിലുള്ള ഒരു പപ്പായ വെച്ചിട്ട് ഞാനിന്ന് വറുത്തരച്ചിട്ടാണ് കറി തയ്യാറാക്കുന്നത്. സാധാരണ നമ്മൾ പപ്പായയിൽ പരിപ്പും തേങ്ങയൊക്കെ ഇട്ടിട്ടും പിന്നെ കാളനായിട്ടും ഒക്കെയാണ് തയ്യാറാക്കുന്നത്. ഇന്ന് ഞാനൊരു വറുത്തരച്ചിട്ട് ഒരു ചിക്കൻ കറീൻ്റെ രൂപത്തിലാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് കാണാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. എങ്ങനെ വറുത്തരച്ച കിടിലൻ പപ്പായ കറി തയ്യാറാക്കാമെന്ന് നോക്കിയിട്ട് വരാം. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പപ്പായൻ്റെ ഒരു പകുതി ഭാഗമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ വീട്ടിൽ കൂടുതൽ മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഒരു പപ്പായ മൊത്തത്തിൽ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ അതാ പപ്പായ ഞാൻ നടു കട്ട് ചെയ്ത് ബാക്കി ഭാഗം ഞാൻ ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതാ കുരു ഒരു മീഡിയം മൂപ്പായിട്ടുണ്ട് കേട്ടോ. എല്ലാ കുരുവും കളഞ്ഞതിന് ശേഷം ഞാൻ നന്നാക്കി വാഷ് ചെയ്തു കേട്ടോ. കാരണം ഇതിന്മേൽ കുറേ കറണ്ടാവേ. എന്നിട്ട് ഇതാ മേലത്തെ ഈ ഭാഗം അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ തോല് ചെത്തി എടുക്കാവുന്നതാണ്. അങ്ങനെ ഞാനിത് എല്ലാ പപ്പായയും നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് തൊലി ചെത്തിയെടുക്കാം. പപ്പായയ്ക്ക് നല്ല കറ ഉണ്ടാവും കേട്ടോ. ഈ സമയത്ത് ഒന്ന് വാഷ് ചെയ്തിട്ട് ഒന്ന് ചെത്തിയെടുക്കുകയാണെങ്കിൽ കുറേ കറ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള ഫ്ലഷൊക്കെ നന്നാക്കി ചുരണ്ടി കളയണേ. അങ്ങനെ തോലെല്ലാം ചെത്തിയെടുത്തു. ഞാനിത് ഒന്നുകൂടെ വാഷ് ചെയ്ത് കൊണ്ടുവന്നേ. അപ്പോൾ പപ്പായൻ്റെ കറയെല്ലാം ഒരുവിധം പോയിട്ടുണ്ട്. ഇനി കുറച്ച് തിക്നെസ്സിലാണ് കേട്ടോ ഞാൻ കറിക്ക് വേണ്ടി എടുക്കുന്നത്. ഇത്രയും തിക്നെസ്സിലാണ്. അപ്പോൾ നമ്മളിത് മൊത്തത്തിൽ കട്ട് ചെയ്തിട്ട് കൊണ്ടുവരാം. അങ്ങനെയൊക്കെ പപ്പായ അല്ലതാ ഞാൻ കുറച്ച് തിക്നെസ്സിലതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കറി വയ്ക്കാനുള്ള പാത്രത്തിലേക്കാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് മുങ്ങുന്ന രീതിയിലുള്ള വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ടൊരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഞാനിത് അടുപ്പത്ത് വെച്ച് വേവിക്കാൻ പോവാണ്. ഗ്യാസെല്ലാം കത്തിച്ചു. പപ്പായ ഞാൻ അടുപ്പത്ത് വെച്ചു. ഇനി ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് അരപ്പ് തയ്യാറാക്കാനുണ്ട്. അരപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് ഐറ്റംസ് ആഡ് ചെയ്യണം. ഒരു 5 ചുവന്നുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ചെറിയൊരു സ്പൂണിന് കുരുമുളകും അതേ സെയിം സ്പൂണിന് തന്നെ പെരിഞ്ജീരകമാണ്. ചെറിയൊരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു 4 അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു പീസ് പട്ട എടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു 4 ഇതൾ കറിവേപ്പിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇതെല്ലാം മൊത്തത്തിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനതൊരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചീഞ്ചട്ടിയിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഇങ്ങനത്തെ നാടൻ കറി ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് നമ്മുടെ നാടൻ വെളിച്ചെണ്ണ തന്നെയാണ്. എന്നിട്ട് നമ്മൾ എല്ലാ ഐറ്റംസും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒക്കെ ഒന്നിച്ചാണ് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ അടി കരിയാണ്ട് ഇത് നല്ലവണ്ണം ഇളക്കിയിട്ട് ഗോൾഡൻ കളറാവുന്ന വരെ റോസ്റ്റ് ചെയ്തെടുക്കുക. പിന്നെ പപ്പായയിൽ ഞാൻ ഉപ്പിടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇടയ്ക്ക് തുറന്നു ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു. പപ്പായ ഒരു മീഡിയം കുക്കായിട്ടുള്ളൂ, ഒന്നും കൂടെ കുക്കാവാണ്ട്. നമുക്കൊന്നും കൂടെ ഒന്ന് അടച്ച് വെച്ചിട്ട് അത് വേവിച്ചെടുക്കാം. അപ്പോഴേക്ക് ഇതാ നമ്മുടെ തേങ്ങ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, എന്നിട്ട് പച്ചമണം പോകുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഏകദേശം പച്ചമണമൊക്കെ പോയി തേങ്ങ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇറക്കി വയ്ക്കുക. ഇനി നമ്മൾ 2 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു ടൊമാറ്റോ ഞാൻ നീളത്തിലാണ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്, അതും ഇട്ട് കൊടുത്തു. എന്നിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം.
നമ്മളെ തേങ്ങ നല്ലോണം തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ല പേസ്റ്റ് പോലെ അരച്ച് കൊണ്ടുവരാം. ആദ്യം നമുക്ക് തേങ്ങ ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കട്ടോ. അതിനുശേഷം മാത്രം വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുക്കുക, എന്നാൽ പെട്ടെന്ന് റെഡിയാവുക. ഇതിലേക്ക് ഞാനൊരു 1/4 സ്പൂണും കൂടെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങ ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വെള്ളം ആഡ് ചെയ്തിട്ട് ഇനി ഒന്നും കൂടെ അടിച്ചെടുക്കാൻ പോവാനേ. അങ്ങനെ തേങ്ങ എല്ലാം നന്നാക്കി അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്ക് നമ്മുടെ പപ്പായ കറിയെല്ലാം വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. നമ്മുടെ ടൊമാറ്റോ ഒക്കെ നന്നാക്കി വെന്തിട്ടുണ്ട്. തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് തിക്നെസ്സിലാണ് കറി ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി നല്ല ചാറോട് കൂടിയാണ് കറി വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ മിക്സിയൊക്കെ ചാറ് കഴുകിയിട്ട് കുറച്ചും കൂടെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ മല്ലിച്ചപ്പാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. 2 മല്ലിച്ചപ്പിൻ്റെ ഇലയാണ്. പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം കറിയൊക്കെ നന്നാക്കി വെട്ടി തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇറക്കി വെച്ചു. ഇനി വറവിടാൻ വേണ്ടിയിട്ട് ഞാനൊരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചീഞ്ചട്ടിയിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ, 1/2 സ്പൂണ് കടുക് ഇട്ട് കൊടുത്തു. എന്നിട്ട് 2 വറ്റൽമുളക് അത് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. കടുക് പൊട്ടിയതിന് ശേഷം മാത്രം നമ്മൾ വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കിടിലൻ പപ്പായ കറി ഇത് അവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അടിപൊളി സ്മെല്ലാണ്. ആ കുരുമുളകും പെരുംജീരകവും പിന്നെ അതുപോലെ തന്നെ നമ്മൾ പട്ട ഇട്ടിട്ടുണ്ട്, അതിൻ്റെ സ്മെല്ലും കൂടെ ആകുമ്പോഴല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ വീട്ടിലൊക്കെ പപ്പായ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ വീട്ടിലില്ലെങ്കിലും അടുത്ത വീട്ടിലൊക്കെ നമ്മൾ പപ്പായ വാങ്ങിക്കാറില്ല. അങ്ങനെ വാങ്ങിച്ചിട്ട് ഒന്ന് വറുത്തരച്ച് കറി തയ്യാറാക്കി നോക്കുക. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് ഒരുപാട് ചോറ് കഴിക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഉച്ചത്തെ ലഞ്ച് കഴിക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഒന്നും കൂടി തിക്നെസ്സായി വന്നിട്ടുണ്ട്. ഞാൻ പ്ലേറ്റിലേക്ക് ചോറ് എടുത്തിട്ടുണ്ട്. പപ്പടമുണ്ട്, പിന്നെ ഫിഷ് ഫ്രൈ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പൂപ്പീസ് വീടിൻ്റെ അച്ചാറാണ് കേട്ടോ അതുള്ളത്. ഇത് നെല്ലിക്ക അച്ചാറാണ്. അപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുള്ളത് ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാറി നോക്കി നോക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.